ഇതെന്ത് ചെയ്യാൻ പോണതിയാ? അപ്പോൾ ഗൈസ് ഇതാ ചട്ടി ഇതാ വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വറുത്തെടുക്കാം. ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇടാം. ഇതാ വെള്ള അരിയാണ് ഇട്ടിട്ടുള്ള. ഇത് വറുത്തെടുക്കണം. ഇത് ബ്രൗൺ കളറ്. ബ്രൗൺ കളറ് ഇട്. ശരി, ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് കുറച്ച് വറുത്തെടുക്കണം. ഇത് അരിയുണ്ടയ്ക്ക് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ വറുത്തെടുക്കാം. ഇപ്പോൾ ഗൈസ് ഇതാ വറുത്തെടുക്കാം. അരി കുറച്ച് അരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് അരി വറുക്കണം. എന്തൊക്കെ വേണമെന്നറിയാമോ ദിയ? നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ലേ? ഇത് ഉണ്ടാക്കിയിട്ടോ? ഇതാ മൂത്ത് വന്നുണ്ട്. ഇതാ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. എല്ലാം മൂത്ത് വന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വറുത്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് വേണം അവസാനമൊക്കെ വറുത്തെടുക്കാൻ. അപ്പോൾ ഗൈസ് ഇതാ ബ്രൗണിഷ് കളറായിട്ട് ഇതാ വന്നിട്ടുണ്ട് ഏകദേശം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലിട്ടാണ് വറുക്കുന്നത്. ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി തണുക്കണവരെ വെയിറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ നോക്കുമെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം അത് എല്ലാം വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറേ ആയിട്ടുണ്ട്. എന്ത് ചെയ്തത്? അതല്ല, ഇതെന്ത് ചെയ്തെന്ന്? അപ്പോൾ ഇടുന്ന വറന്ന് വന്നിട്ടുണ്ട്. ദിയ തിന്ന് ഒത്ത് വന്നാന്ന് അരി വറന്ന് വന്നാന്ന് നോക്കും. ചൂടൊന്നുമില്ല, ചൂടില്ല. വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്തതിന് ശേഷം അടിക്കാം. മിക്സിയിൽ അടിക്കണം. അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം അടിക്കാം. ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതിൽ നമുക്ക് കിട്ടും. അടുത്ത് തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കും. ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതെടുത്ത് വറുത്ത അരിയിട്ട് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. നിറഞ്ഞിരിപ്പുണ്ട്, നോക്കാം. വെള്ള ശർക്കരയാണ്, കരിപ്പട്ടിയല്ല ശർക്കരയാണ്. ഇനി എല്ലാം കൂടെ അടിച്ചെടുക്കാം. ഇതാ ഏകദേശം അടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടെ ഒരുമിച്ചിട്ട് അടിച്ചു. പക്ഷേ അതിന് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക വെച്ചിട്ടുണ്ട്. തോല് ഇട്ടിട്ട് അകത്തുള്ള മാത്രം ഒരു മണത്തിനും ടേസ്റ്റിനും വേണ്ടി ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ അടിച്ചെടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റൗണ്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബോൾസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ആ മാവെല്ലാം കൂടെ ഞാൻ റൗണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോക്കും. കൊള്ളാമോ? അതൊന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എങ്ങനെയുണ്ട് ദിയ? ഇതിൽ എന്തൊക്കെ ഇട്ട് പറ? നീ കണ്ടില്ല, ടേസ്റ്റ് നോക്കിയിട്ട് പറ. ഇതിൽ എന്തൊക്കെ ഇട്ട്? അത്രേ ഉള്ളൂ. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇഷ്ടപ്പെട്ടി ഇതൊരു ഈവനിങ് ശേഷം നിങ്ങൾ ഇത് അങ്ങാത്ത നല്ല പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.